എല്ലാവർക്കും നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്പയറൻറ്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ആ ഒരു സെക്ഷൻ പ്രോബ്ലംസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക, എഴുതി പഠിക്കുക. സ്റ്റെപ്പുകളൊക്കെ ഓരോന്നിൻ്റെ ഓരോ കേസുകളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതിൻ്റെ ഓരോ കേസുകളും എഴുതി തന്നെ പഠിക്കുക. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂവേഷൻ, ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് എ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് എ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. രണ്ട് ബോഡീസ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം അതൊരു രണ്ട് ബോഡീസ് എന്ന് വെച്ചാൽ M1 M2 മാസുള്ള രണ്ട് ബോഡീസാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഷനാണ് കേട്ടോ. അപ്പം M1 M2 മാസുള്ള രണ്ട് ബോഡീസ് ഒരു ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ളൊരു സ്ട്രിങ്ങിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പറ്റില്ലാത്തൊരു ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ളൊരു സ്ട്രിങ്ങിൽ അത് കണക്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് ആ സ്ട്രിങ് ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ളൊരു പുള്ളി, ഒരു ഫ്രിക്ഷനൊന്നും ഇല്ലാത്തൊരു ഫ്രിക്ഷൻലെസ് ആയിട്ടൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പുള്ളിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ആ സ്ട്രിങ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, ഇങ്ങനെ തൂക്കി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരെൻഡിൽ ഒരു മാസ്, രണ്ടാമത്തെ എൻഡിൽ മറ്റേ മാസ്. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് M2 മാസാണ് കൂടുതൽ കേട്ടോ. M2 ഈസ് ഗ്രേറ്റർ ദാൻ M1 ആണെന്ന്. അങ്ങനെയുള്ള രണ്ട് വ്യത്യസ്തതരം മാസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ ഇപ്പം അറ്റാച്ച് ചെയ്ത് ഒന്നിൻ്റെ മാസം കൂടുതലായതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്ത് നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പിടിച്ച് വെച്ചിരിക്കുകയെന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മൾ ആ സ്ട്രിങ് അങ്ങ് റിലീസ് ചെയ്യുക. സ്ട്രിങ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? M2 മാസ് കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇത് താഴോട്ടില്ല, ഈ M2 മാസ് താഴോട്ട് വരും. മനസ്സിലാകുന്നത്? അപ്പം അവിടെ ഉണ്ടാകുന്ന ആക്സിലേഷനും അതുപോലെ തന്നെ ഇവിടെ ടെൻഷനും ഉണ്ട്. ടെൻഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഫോഴ്സാണ്. ഇപ്പം ഈ സ്ട്രിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു സ്ട്രിങ് വലിച്ചു പിടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സൈഡിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ വലിഞ്ഞ് നിൽക്കുമല്ലോ. ആ വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഫോഴ്സിന് നമ്മൾ പറയുന്നതാണ് ദാറ്റ് ഈസ് എ ടെൻഷൻ. അപ്പം ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒബ്ജക്റ്റ് M1 M2 ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളിതിങ്ങനെ മാസ് M2 കൂടുതലായതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് കണ്ടീഷൻ ഇതാണ്, M2 ഈസ് ഗ്രേറ്റർ ദാൻ M1 അല്ലേ. M2 കൂടുതലായതുകൊണ്ട് അതെന്ത് സംഭവിക്കും? ഇത് താഴോട്ട് പോകില്ല. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ആക്സിലേഷൻ എങ്ങനെയാണ്? ഡൗൺവേർഡ്. M2ൽ ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ എങ്ങനെയാണ്? ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ M1ൽ ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ എങ്ങനെയാണ്? അപ്വേർഡ് മോഷനിലായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ടെൻഷനാണ് T എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇവിടുത്തെ ഫോഴ്സുകൾ നമ്മൾ കഴിഞ്ഞതിൽ കണ്ട പോലെ തന്നെ ഈ M1ൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് M1 × G ഉണ്ട്. അതുപോലെ തന്നെ M2ൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ M2 × G അല്ലേ, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ട്. ദെൻ ടെൻഷൻ, അവിടുത്തെ ടെൻഷൻ അപ്വേർഡ് ഡയറക്ഷനിലേക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്ട്രിങ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ അത് അപ്വേർഡ് ഡയറക്ഷനിലേക്കും ദെൻ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കും ആക്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ നോക്കുകയാണ്. ആദ്യമേ നമ്മൾ നോക്കുന്നു M1 ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. മനസ്സിലായല്ലോ? അപ്പം ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അതിന് നമുക്ക് F എന്ന് കൊടുക്കാം. F ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതുപോലെ തന്നെ M1 × അവിടുത്തെ ആക്സിലേഷൻ A ആണ്, M1 എന്ന് എഴുതാം. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു അവിടെ എങ്ങനെയാണ്? മുകളിലോട്ട് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പം റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കും അവിടെ കൂടുതൽ. അതുകൊണ്ട് നമുക്ക് എഴുതാം T - M1 × G എന്ന് എഴുതാമല്ലോ. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഫോഴ്സ് ആക്ടിങ് ഓൺ M2ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദെർഫോർ ആൾസോ F ഈസ് ഈക്വൽ ടു അവിടുത്തെ മാസ് M2 ആണ്, അവിടുത്തെ ആക്സിലേഷൻ A ആണ്. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു താഴേക്കാണല്ലോ ആക്ട് ചെയ്യുന്നത്. M1 അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും അല്ലേ. M2 കൂടുതലായതുകൊണ്ട് M1 അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. M2 എങ്ങനെയാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും അല്ലേ. അപ്പം ദാറ്റ് ഈസ് M2A ഈസ് ഈക്വൽ ടു M2 അല്ലേ കൂടുതൽ. അപ്പോൾ നമുക്ക് എഴുതാം വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കൂടുതലായതുകൊണ്ട് M2G - T എന്ന് എഴുതാമല്ലോ. മനസ്സിലായല്ലോ? അപ്പം ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ഇത് ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. നമുക്ക് എഴുതാൻ സാധിക്കും ദെർഫോർ M1A ഡിവൈഡഡ് ബൈ M2A അല്ലേ. ലെഫ്റ്റ് സൈഡ് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് T - M1G ഡിവൈഡഡ് ബൈ M2G - T.
മനസ്സിലായല്ലോ. then ഇവിടെ നമുക്ക് എഴുതാം രണ്ട് ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോൾ പിന്നെ മിച്ചം എന്തുണ്ട് m1 ഡിവൈഡഡ് ബൈ m2 അല്ലേ, m1 ഡിവൈഡഡ് ബൈ m2 ദാറ്റ് ഈസ് ഈക്വൽ ടു t മൈനസ് m1g ഡിവൈഡഡ് ബൈ m2g മൈനസ് t. ക്ലിയർ ആയല്ലോ. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഇതെങ്ങനെയാണ്, ഇത് രണ്ട് സ്റ്റെപ്പ് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിരിക്കും കേട്ടോ. നമ്മൾ ലിഫ്റ്റിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെയാണ്. അവിടെ നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ, വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് അത് നമ്മൾ സ്ട്രിങ്ങും ആയതുകൊണ്ട് നമ്മളവിടെ ടെൻഷൻ ആക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫോർ m1 ഇൻറ്റു m2g മൈനസ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു ടി മൈനസ് m1g. നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് m1 m2g മൈനസ് m1t ദാറ്റ് ഈസ് ഈക്വൽ ടു m2t മൈനസ് m1 m2g. ഇനി ഇവിടെ നോക്കുക, ഇവിടെ m1 m2 ഒരു g ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു മൈനസ് m1 m2g ഉണ്ട്, അതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈനസ് m1t ഉണ്ട്, അതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. therefore ഇവിടെ നോക്കുക, ഈ m1 m2 g ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്, ഇവിടെ ഒരു മൈനസ് m1 m2 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. therefore പ്ലസ് m1 m2g ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു m2t അവിടെ ഓൾറെഡി കിടപ്പുണ്ട്, m2t ഇവിടെ ഒരു മൈനസ് m1t ഉണ്ട്, അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. therefore പ്ലസ് m1t ആവും അല്ലേ. ഇവിടെ നോക്കുക, m1 m2g പ്ലസ് m1 m2g എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 അല്ലേ, 2 m1 m2g ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ടി കോമൺ ആയിട്ട് എടുക്കാം, therefore t ഇൻറ്റു m1 പ്ലസ് m2 എന്ന് എഴുതാം. therefore ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ആണ് നമുക്ക് വേണ്ടത്, ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2 m1 m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ടെൻഷനും കിട്ടി അല്ലേ, ആ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കിട്ടി. ദാറ്റ് ഈസ് ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു 2 m1 m2g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ദെൻ ഇനി നമുക്ക് അടുത്ത ആക്സിലറേഷൻ കണ്ടുപിടിക്കാമല്ലേ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ആഡ് ചെയ്യുക, രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് ദാറ്റ് ഈസ് m1a ആണ്, രണ്ടാമത്തേൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ m2a ആണ്, ദാറ്റ് ഈസ് പ്ലസ് m2a ആഡ് ചെയ്യുമല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടി മൈനസ് m1g ഉണ്ട്, ഇവിടെ m2g മൈനസ് പ്ലസ് m2g മൈനസ് ടി. മനസ്സിലായല്ലോ. ഇവിടെ എ കോമൺ ആണ്, വെളിയിലെടുത്തു, ദാറ്റ് ഈസ് m1 പ്ലസ് m2 അല്ലേ, m1 പ്ലസ് m2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ടി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ടി ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നോക്കുക, m2 മൈനസ് m1 ഇൻറ്റു ജി, ജി കോമൺ ആണ്, വെളിയിലെടുത്തു. therefore acceleration a is equal to ഇങ്ങനെ എഴുതാൻ സാധിക്കും, m2 മൈനസ് m1 അല്ലേ, m2 മൈനസ് m1 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. that is acceleration. Acceleration A is equal to m2 minus m1 into g divided by m1 plus m2. So clear ayalla, that is the motion of connected bodies. Two bodies are connected in a string, then which are in a vertical motion. അങ്ങനെ ആവുകയാണെന്ന് ഓർത്ത് tension T is equal to 2 m1 m2 g divided by m1 plus m2. Then acceleration A is equal to m2 minus m1 into g divided by m1 plus m2. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ മാസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ചിലപ്പോൾ m1 ആയിരിക്കും, ഇവിടെ m2 ആയിരിക്കും, അത് കുഴപ്പമില്ല. അതായത് ഏതാണോ ഹയർ മാസ് അല്ലേ, ഹയർ മാസ് മൈനസ് ലോവർ മാസ് ഇവിടെ ഓർത്തിരിക്കും കേട്ടോ. ബാക്കി മാസുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലെ മാസുകൾ തമ്മിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ആക്സിലറേഷൻ വരാനായിട്ട് m2 മൈനസ് m1 വരാൻ കാരണം ഹയർ മാസ് മൈനസ് ലോവർ മാസ്, അത് ഓർത്തിരുന്ന് വെച്ചാൽ മതി. അപ്പം ആക്സിലറേഷൻ A is equal to m2 മൈനസ് m1 ഇൻറ്റു ജി ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കണ്ടീഷനാണ് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു, മോഷൻ ഓഫ് എ ബോഡീനെ ലെഫ്റ്റിൻ്റെ കേസിൽ പഠിച്ചത് അത് തന്നെയാണ്. അവിടെ റിയാക്ഷൻ ഫോഴ്സ് ആണ്, ഇവിടെ നമ്മൾ സ്ട്രിങ് ആയതുകൊണ്ട് ടെൻഷനാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇത് സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ, സാധാരണ ചെയ്യുന്ന കാൽക്കുലേഷൻ തന്നെ. ദാറ്റ് ഈസ് മോഷൻ ഓഫ് എ കണക്റ്റഡ് ബോഡീസ് ഇൻ എ വെർട്ടിക്കൽ മോഷൻ. ഇതുപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടെ നോക്കാം. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ മോഷൻ നോക്കാം. മോഷൻ ഓഫ് എ കണക്റ്റഡ് ബോഡീസ്, ആ ബോഡീസ് ഒരു ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫിഗർ നോക്കുക, 2 മാസ് m1 m2 ആണ്. അതൊരു m1 മാസ് ഒരു ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ തന്നെ M2 മാസ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്, ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സെയിം പുള്ളിയിൽ കൂടെ തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇത് M1 ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ A ആണത്, ആ ഒരു ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെൻഷൻ അങ്ങോട്ടും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ M2ലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആകുമ്പം അവിടുത്തെ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അതൊരു ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ഫ്രീ ആക്കി വിടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? M1 അങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ, M2 താഴോട്ട് മൂവ് ചെയ്യും. അപ്പം അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ M1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? M1 ഇൻറ്റു എ അല്ലേ, M1 ഇൻറ്റു എ ഉണ്ട്. അതുപോലെ തന്നെ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു അവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷനും ഉണ്ട് അല്ലേ, ദാറ്റ് ഈസ് ടെൻഷൻ T എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1 അല്ലേ. അപ്പം M1 എ ദാറ്റ് ഈസ് ഈക്വൽ ടു T. അവിടെയാണ് M1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതുപോലെ തന്നെ M2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ M2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം. അവിടെ നോക്കുക, താഴേക്കല്ല ഒരു ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് താഴേക്കും ഉണ്ട്, അതുപോലെ ടെൻഷൻ മുകളിലോട്ടും ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പം M2 ഇൻറ്റു എ ഉണ്ടല്ലോ. അപ്പോൾ M2 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതായിരിക്കും കൂടുതൽ? താഴേക്കുള്ള ഫോഴ്സ് അല്ലേ കൂടുതൽ. അപ്പോൾ നമുക്ക് M2 G മൈനസ് T എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ 1 + 2 നമുക്ക് ചെയ്യാം, ആഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുക, ദാറ്റ് ഈസ് M1 A പ്ലസ് M2 A ദാറ്റ് ഈസ് ഈക്വൽ ടു T പ്ലസ് M2 G മൈനസ് T ആണല്ലോ. ഇവിടെ ആക്സിലറേഷൻ കോമൺ ആയിട്ട് എടുക്കുക. ദെർഫോർ A ഇൻറ്റു M1 പ്ലസ് M2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ T ക്യാൻസൽ ചെയ്ത് പോവും, പിന്നെ ഉള്ളത് M2 G ആണല്ലേ. ദെൻ ആക്സിലറേഷൻ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു M2 G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ആക്സിലറേഷൻ കിട്ടി. ഹൊറിസോണ്ടലായിട്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ കിട്ടി M2 G ഡിവൈഡ് ബൈ M1 പ്ലസ് M2. M2 എന്ന് വെച്ചാൽ ഹാങ് ചെയ്തിരിക്കുന്ന മാസാണ് കേട്ടോ. അപ്പം ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു M2 G ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ കിട്ടി. അപ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഇക്വേഷൻ 1ലേക്ക് ഈ ആക്സിലറേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ നോക്കാം. ദെർഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ ഇതിൽ നമുക്ക് 3 എന്ന് കൊടുക്കാം അല്ലേ. ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 1 അല്ലേ, ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം M1 ഇൻറ്റു എയുടെ സ്ഥാനത്ത് M2 G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 അല്ലേ. ഇവിടെ M2 G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ദാറ്റ് ഈസ് ഈക്വൽ ടു T. അപ്പോൾ നമുക്ക് Tയുടെ വാല്യൂം കിട്ടി. T ദാറ്റ് ഈസ് ഈക്വൽ ടു M1 M2 അല്ലേ, M1 M2 G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. T ഈസ് ഈക്വൽ ടു M1 M2 G ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ടെൻഷനും കിട്ടി, അതുപോലെ തന്നെ അവിടുത്തെ ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു M2 G ഡിവൈഡ് ബൈ M1 പ്ലസ് M2. ടെൻഷൻ T ഈസ് ഈക്വൽ ടു M1 M2 G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് കേസുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പം ദാറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് is a horizontal motion and the vertical motion. അപ്പോൾ ഇത് ഉപയോഗിച്ച് ചിലപ്പം പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു രണ്ട് കണ്ടീഷൻ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ചിലപ്പം ഫിഗറൊക്കെ ചിലപ്പോൾ തരുവാണെന്നുണ്ടെങ്കിൽ ഈ M1 M2 ഒക്കെ മാറ്റി തരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എഴുതിയിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ M1 തന്നുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. അല്ല തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മൈനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ആഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ വെർട്ടിക്കൽ മോഷൻ വരുമ്പോൾ വ്യത്യാസപ്പെട്ട് വരും. ഹയർ മാസ് മൈനസ് ലോവർ മാസ് എന്ന് ഓർത്തിരിക്കുക. ദെൻ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള എക്സസൈസിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് എ മാൻ ഓഫ് മാസ് 70 കിലോഗ്രാം സ്റ്റാൻഡ്സ് ഓൺ എ വെയിൻ സ്കെയിൽ ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിങ് upwards with a uniform speed of 10 meter per second, downwards with a uniform acceleration of 5 meter per second square, upwards with a uniform acceleration of 5 meter per second square. What would be the readings on the scale in each case? Then D, what would be the reading if the lift mechanism failed and it hurtled down freely under gravity?
ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ഒരു ലിഫ്റ്റിൽ ഒരു വെയിൻ മെഷീൻ ഉണ്ട്. ആ വെയിൻ മെഷീനിൽ ഒരാൾ നിൽക്കുകയാണ്. അയാളുടെ മാസ് എത്രയാണ്? 70 കിലോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് കേസസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കേസസിലും ആ വെയിൻ മെഷീനിലെ റീഡിങ് മെഷർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം സ്പീഡിൽ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ വെയിൻ മെഷീനിലെ റീഡിങ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. മാസ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അയാളുടെ മാസ് എത്രയാണ്? ദാറ്റ് ഈസ് 70 കിലോഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉപയോഗിക്കണം. ഇവിടെ എല്ലാം ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടി നമുക്ക് ജിയുടെ വാല്യൂ 9.8 ആണ്. നമുക്കിവിടെ 10 എടുക്കാം കാൽക്കുലേഷന് വേണ്ടി കേട്ടോ. കാൽക്കുലേഷൻ ഇച്ചിരി സിമ്പിൾ ആക്കാൻ വേണ്ടി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാം. അപ്പം ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിഫ്റ്റ് മൂവ് ചെയ്യുവാണ് യൂണിഫോം സ്പീഡ്. എത്രയാണ് യൂണിഫോം സ്പീഡ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിഫോം സ്പീഡിൽ അത് മൂവ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ആ വെയിൻ മെഷീനിലെ റീഡിങ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ. ആദ്യത്തെ കേസാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു, യൂണിഫോം സ്പീഡിലാകുമ്പോൾ അവിടെ എങ്ങനെയാണ് ആക്സിലറേഷൻ ആക്സിലറേഷൻ അവിടെ ഇല്ല, 0 ആവും അല്ലേ. ആക്സിലറേഷൻ 0 ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു റിയാക്ഷൻ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സും പറയാം. റിയാക്ഷൻ ഫോഴ്സ് ആണ് അവിടുത്തെ അപ്പയറൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം മാസ് 70 ആണ്. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ 10 ആക്കി എടുത്തു. therefore എത്ര കിട്ടി? 700 ന്യൂട്ടൺ ഫോഴ്സ് അല്ലേ. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 700 ന്യൂട്ടൺ ആണ്. ദാറ്റ് റിയാക്ഷൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ അപ്പയറൻറ്റ് വെയിറ്റ്. അപ്പം ഈ ഒരു കണ്ടീഷൻ അവിടെ ആക്സിലറേഷൻ ഇല്ലാത്ത കണ്ടീഷനിലാകുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ദ ബോഡി എക്സ്പീരിയൻസസ് ദ ആക്ച്വൽ വെയിറ്റ് അല്ലേ. അപ്പം അവിടെ കാണുന്ന റീഡിങ് എത്രയായിരിക്കും? ന്യൂട്ടൺ ആ രീതിയിലുള്ള സ്കെയിലാണെന്നുണ്ടെങ്കിൽ അവിടെ 700 ന്യൂട്ടൺ എന്ന് കാണും. തന്നെ നമുക്ക് അതിൻ്റെ ബി പാർട്ട് നോക്കാം. ദാറ്റ് ഈസ് ദ ലിഫ്റ്റ് മൂവിങ് ഡൗൺവേർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിഫോം ആക്സിലേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിഫോം ആക്സിലേഷനിൽ താഴേക്ക് മൂവ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബി പാർട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചായിരുന്നു റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? M ഇൻറ്റു G മൈനസ് എന്ന് പഠിച്ചായിരുന്നു അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് എത്രയാണ്? 70 ആണ്. ഇൻറ്റു G നമ്മൾ 10 ആക്കി എടുത്തു. അവിടുത്തെ ആക്സിലേഷൻ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 5 അല്ലേ. 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. therefore ദിസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പം 70 ഇൻറ്റു 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 350 ന്യൂട്ടൺ അല്ലേ. 350 ന്യൂട്ടൺ ആയിരിക്കും അവിടുത്തെ കാണിക്കുന്ന ന്യൂട്ടൺ സ്കെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് 350 ന്യൂട്ടൺ ആയിരിക്കും. ദെൻ ഇനി നമുക്ക് അതിൻ്റെ സി പാർട്ട് നോക്കാം. അതായത് ലിഫ്റ്റ് മൂവ് ചെയ്യുവാണ് അപ്വേർഡ്സ് വിത്ത് എ യൂണിഫോം ആക്സിലേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് മൂവ് ചെയ്യുന്നു, അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നു. യൂണിഫോം ആക്സിലേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അല്ലേ അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നു. അതാണ് സി പാർട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്വേർഡായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ അപ്വേർഡായിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ? R ഈസ് ഈക്വൽ ടു M ഇൻറ്റു G പ്ലസ് എ പഠിച്ചായിരുന്നല്ലോ. M ഇൻറ്റു G പ്ലസ് എ ആണ്. മാസ് 70 ആണ്. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10, ആക്സിലേഷൻ 5 ആണ് അല്ലേ. therefore 70 ഇൻറ്റു 50. അപ്പോൾ therefore 70 ഇൻറ്റു 15 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1050 ന്യൂട്ടൺ വരും. അടുത്ത റിയാക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ അതായത് അപ്പയറൻറ്റ് വെയിറ്റ് ഇല്ലേ, വെയിറ്റ് ഗെയിൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. 1050 ന്യൂട്ടൺ ആണ്. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് സി പാർട്ട്. ഇനി അതിൻ്റെ ഡി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് വുഡ് ബി ദ റീഡിങ് ഇല്ലേ ഇഫ് ദ ലിഫ്റ്റ് മെക്കാനിസം ഫെയിൽഡ് ആൻഡ് ഇറ്റ് ഹർട്ടിൽ ഡൗൺ ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി ഇല്ലേ. അതെന്താണ്? അത് ലിഫ്റ്റ് മെക്കാനിസം ലിഫ്റ്റ് ഫെയിലായിട്ട് അത് നേരെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റീഡിങ് അല്ലേ, റീഡിങ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതിൻ്റെ ഡി പാർട്ട് എന്ത് സംഭവിക്കും? വെയിറ്റ്ലെസ്നെസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പം നേരെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലേഷൻ എങ്ങനെയാകും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് A ഈസ് ഈക്വൽ ടു G ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു G ആവും നമ്മൾ പറഞ്ഞായിരുന്നു. R ഈസ് ഈക്വൽ ടു M ഇൻറ്റു G മൈനസ് അല്ലേ, G മൈനസ് G എന്നായിരുന്നു നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. ഓർ R ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. മാസ് 70 ഇത് 10 മൈനസ് 10 എന്ന് വരും. അപ്പം R ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എത്രയായിരിക്കും അവിടുത്തെ റീഡിങ്? 0 അല്ലെങ്കിൽ വെയിറ്റ്ലെസ്നെസ് ആയിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് 2 masses 8 kilogram and 12 kilogram are connected at the two ends of a light inextensible string that goes over a frictionless pulley.
Find the acceleration of the masses and the tension in the string when the masses are released. മനസ്സിലായല്ലോ, 2 masses 8 കിലോഗ്രാം അതുപോലെ 12 കിലോഗ്രാം അത് ഒരു ഇൻഎക്സിസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങിന് രണ്ടറ്റത്ത് വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അത് ഒരു പുള്ളി കൂടെ സ്മൂത്ത് പുള്ളി കൂടെ ആ സ്ട്രിങ്ങും വിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ മാസസ് റിലീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷനും ടെൻഷനും. അപ്പോൾ ഏതായിരിക്കും, എങ്ങനെയുള്ള രീതിയിലായിരിക്കും അത് കണക്ട് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കലായിട്ടായിരിക്കും അല്ലേ, നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ വെർട്ടിക്കൽ രീതിയിലായിരിക്കും അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പുള്ളി ഇവിടെ പുള്ളിയിലേക്ക് ഒരു എന്താണ് ഇവിടെ ഒരു ബോഡി അല്ലേ, ഒരു ബോഡി സപ്പോസ് M1 മാസുള്ള ഒരു ബോഡി, അതുപോലെ തന്നെ മറ്റേത് M2 മാസുള്ള ഒരു ബോഡി കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. M2 മാസുള്ള ഇത് ഒന്ന് 8 കിലോഗ്രാമും ഒന്ന് 12 കിലോഗ്രാമും, ഇത് 12 കിലോഗ്രാമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇവിടുത്തെ ആക്സിലേഷൻ എങ്ങനെയാണ്, ഇവിടെ ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആക്സിലേഷൻ അപ്വേർഡ് ആയിട്ടുള്ള ആക്സിലേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഇവിടെ ആക്സിലേഷൻ ഡൗൺവേർഡ് ആയിട്ട് അല്ലേ, ഇവിടെ ടെൻഷനും ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആക്സിലേഷനും ടെൻഷനും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, അപ്പം ആദ്യത്തെ മാസിനെ നമുക്ക് M1 എന്ന് എടുക്കാം. M1 = 8 കിലോഗ്രാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ M2 എന്ന് പറഞ്ഞിരിക്കുന്നത് 12 കിലോഗ്രാം ആണെന്ന് കൺസിഡർ ചെയ്യുക. ആക്സിലേഷനും കണ്ടുപിടിക്കണം, പിന്നെ എന്താണ്, ടെൻഷനും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫിഗറും വരച്ചത്. അപ്പം M2 ഇവിടെ കൂടുതലാണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലേഷൻ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്, ആക്സിലേഷൻ A = M2 - M1 അല്ലേ, M2 - M1 × G divided by M1 + M2. ദാറ്റ് ഈസ് ആൻ ഇക്വേഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M2 എന്ന് വെച്ചാൽ എത്രയാണ്, 12 ആണ്, M1 8 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 ആക്കി എടുക്കാം, കാൽക്കുലേഷന് വേണ്ടി 10 ആക്കി എടുക്കാം. therefore then M1 + M2 12 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 4 വരും. 4 × 10 divided by 20 വരും അല്ലേ, മനസ്സിലായല്ലോ. അപ്പം ദാറ്റ് ഈസ് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 2 വരും, ദെൻ ഈ 2 × 2 പോകും. therefore 2 ഉം 4 ഉം പോയി, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 m/s². എന്താണ് ആക്സിലേഷൻ കിട്ടി, ആക്സിലേഷൻ A = 2 m/s² എന്ന് കിട്ടി, മനസ്സിലായല്ലോ. വാല്യൂ ഓഫ് ആക്സിലേഷൻ ഈസ് 2 m/s². ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ടെൻഷൻ അല്ലേ. ടെൻഷൻ T = ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്, ദാറ്റ് ഈസ് 2 M1 M2 G divided by M1 + M2. That is the equation representing tension. അപ്പോൾ therefore substitute ചെയ്യുക. 2 × മാസ് 8 ആണ്, ആദ്യത്തെ M1 8 ആണ്, M2 എന്ന് വെച്ചാൽ 12 ആണ്, ദെൻ G 10 ആക്കി എടുത്തു. therefore 12 + 8. ദെൻ ഇനി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 20 × 96 divided by 20 എന്ന് എഴുതാം. 20 എന്ന് വെച്ചാൽ ഈ 2 ൻ്റെ 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഒരു 20 ഉണ്ട്, അപ്പോൾ അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 96 അല്ലേ. ഇവിടുത്തെ 96 ടെൻഷൻ, അവിടുത്തെ ടെൻഷൻ എന്ന് വെച്ചാൽ 96 ന്യൂട്ടൺ. ടെൻഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് തന്നെയല്ല. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ T = 96 ന്യൂട്ടൺ എന്നും കിട്ടി, മനസ്സിലായല്ലോ. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ മങ്കി ഓഫ് മാസ് 40 കിലോഗ്രാം ക്ലൈംബ്സ് ഓൺ എ റോപ്പ് വിച്ച് ക്യാൻ സ്റ്റാൻഡ് എ മാക്സിമം ടെൻഷൻ ഓഫ് 600 ന്യൂട്ടൺ. In which of the following cases will the rope break? The monkey climbs up with an acceleration of 6 m/s², climbs down with an acceleration of 4 m/s², climbs up with a uniform speed of 5 m/s, falls down the ropes nearly freely under gravity. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഒരു മങ്കി ഒരു റോപ്പിൽ കൂടെ ക്ലൈംബ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ റോപ്പിൻ്റെ മാക്സിമം ടെൻഷൻ എന്ന് വെച്ചാൽ 600 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ റോപ്പ് ബ്രേക്ക് ആവുന്ന കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പം ബ്രേക്ക് ആവുന്ന കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ടെൻഷൻ തന്നിട്ടുണ്ട്, മങ്കിയുടെ മാസം തന്നിട്ടുണ്ട്, എത്രയാണ് 40 കിലോഗ്രാം തന്നിട്ടുണ്ടല്ലേ. അപ്പം മാസ് അവിടെ നമുക്കറിയാം, ദാറ്റ് ഈസ് മാസ് 40 കിലോഗ്രാം തന്നിട്ടുണ്ട്. അവിടുത്തെ ടെൻഷൻ അല്ലേ, ടെൻഷൻ എന്ന് വെച്ചാൽ റിയാക്ഷൻ ഫോഴ്സ് അല്ലേ, അല്ലെങ്കിൽ ടെൻഷൻ തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ് 600 ന്യൂട്ടൺ എന്നും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഓരോ കണ്ടീഷനിലും അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് അത് ബ്രേക്ക് ചെയ്ത് പോകുന്ന എപ്പോഴാണ്, ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നോക്കണം.
അപ്പോൾ ആദ്യത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മങ്കി ക്ലൈംസ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 6 meter per second square. അത് ക്ലൈംസ് അപ്പ്, മുകളിലോട്ട് കയറുവാണ് ചെയ്യുന്നത്. എത്രയാണ് ആക്സിലറേഷൻ? എത്രയാണ്? 6 meter per second square ആക്സിലറേഷനിലേക്ക് മുകളിലോട്ട് പോകുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാണല്ലോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അവിടുത്തെ ടെൻഷൻ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ആ ടെൻഷനും കണ്ടുപിടിച്ചാൽ ഇവിടുത്തെ ആ റോപ്പിൻ്റെ ടെൻഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനേക്കാളും എക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനേക്കാളും കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ക്ലൈംസ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 6 meter per second square. 6 meter per second square ആക്സിലറേഷൻ അത് മുകളിലോട്ട് കയറുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റിയാക്ഷൻ ഫോഴ്സ് ആണെന്ന് വെച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ ടെൻഷനായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ T is equal to മുകളിലോട്ടല്ലേ പോകുന്നു. അപ്പം ദാറ്റ് ഈസ് m/g+a നമുക്ക് എടുക്കാം അല്ലേ? m/g+a നമുക്ക് എടുക്കാം. മാസ് എത്രയാണ്? 40 ആണ് തന്നിട്ടുണ്ടല്ലേ? 40 ആണ് മാസ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 10 ആയിട്ട് എടുക്കാം. ദെൻ അത് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എത്രയാണ്? മുകളിലോട്ട് പോകുന്ന ആക്സിലറേഷൻ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. therefore 40 × 16 വരും അല്ലേ? അപ്പം 40 × 16 എന്ന് വന്നു. അപ്പോൾ അത് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 640 എന്ന് വരും അല്ലേ? 640 ന്യൂട്ടൺ എന്ന് വരും. അവിടുത്തെ ടെൻഷൻ 640 ന്യൂട്ടൺ അല്ലേ? 640 ന്യൂട്ടൺ എന്ന് വന്നു. അപ്പോൾ നോക്കുക, ഇവിടുത്തെ ആ റോപ്പിൻ്റെ ടെൻഷൻ എത്രയാണ്? 600 ന്യൂട്ടൺ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 640 ന്യൂട്ടൺ ആണ്. അപ്പം ആ ടെൻഷനേക്കാളും റോപ്പിൻ്റെ ടെൻഷനേക്കാളും കൂടുതലായിട്ട് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റോപ്പ് അവിടെ ബ്രേക്ക് ചെയ്ത് പോകും. മനസ്സിലാവുന്നുള്ളൂ? അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ റോപ്പ് ബ്രേക്ക് ചെയ്ത് പോകും. മനസ്സിലല്ലോ? അപ്പോൾ അതാണല്ലോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ക്ലൈംസ് അത് ആൻ ആക്സിലറേഷൻ ഓഫ് 6 meter per second square വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് വിൽ ദ റോപ്പ് ബ്രേക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു കേസസിൽ റോപ്പ് അവിടെ ബ്രേക്ക് ചെയ്ത് പോകും. മനസ്സിലായല്ലോ? then നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്ലൈംസ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 4 meter per second square. നേരെ താഴേക്ക് വരുന്നു അല്ലേ? റോപ്പിയുടെ താഴേക്ക് വരുവാണ് 4 meter per second square. അപ്പം ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു എക്സീഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? റോപ്പ് വിൽ ബ്രേക്ക് എന്ന് കൊടുക്കുക അല്ലേ? ഇവിടെ റോപ്പ് ബ്രേക്ക് ആവും. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പോൾ ഇക്വേഷൻ ഏതാണ്? T is equal to m/g-a അല്ലേ? T is equal to m/g-a ആണ്. മാസ് 40, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആയിട്ട് എടുക്കുന്നു. ആക്സിലറേഷൻ എത്രയാണ് താഴോട്ട് വരുന്നത്? 4 അല്ലേ? 4 ആണ്. therefore 40 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 240 ന്യൂട്ടൺ വരും. അപ്പോൾ അവിടുത്തെ ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 240 ന്യൂട്ടൺ. 240 ന്യൂട്ടൺ ടെൻഷൻ എത്രയാണ്? 600 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രേക്ക് ചെയ്യുമോ? അല്ലല്ലോ. ദാറ്റ് ഈസ് വിൽ നോട്ട് ബ്രേക്ക്. ഇത് റോപ്പ് ചെയ്ത് പോകുന്നില്ല രണ്ടാമത്തെ കേസിൽ. ഇനി മൂന്നാമത്തെ കേസ് നോക്കുക. ക്ലൈംസ് അപ്പ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 meter per second. 5 meter per second യൂണിഫോം സ്പീഡിലേക്ക് അത് പോകുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലോട്ട് യൂണിഫോം സ്പീഡ് 5 meter per second യൂണിഫോം സ്പീഡിൽ പോകുന്നു. അപ്പോൾ നോക്കുക, യൂണിഫോം സ്പീഡ് ആകുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ആണല്ലോ. therefore T is equal to എന്താണ്? m/g ആണ് അല്ലേ? T is equal to m/g ആണ്. therefore മാസ് എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇത് 10 ആണ്. therefore 400. അവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 400 ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? അതും കുറവല്ല, അവിടുത്തെ ടെൻഷനേക്കാളും കുറവാണ്. അപ്പം വിൽ നോട്ട് ബ്രേക്ക് അല്ലേ? ഇറ്റ് ഈസ് വിൽ നോട്ട് ബ്രേക്ക്. ദെൻ ഫോർത്ത് കേസ് പറഞ്ഞിരിക്കുന്നത് താഴേക്ക് ഫോൾ ഡൗൺ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ഗ്രാവിറ്റിയിൽ താഴേക്ക് ഫോൾ ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞു? അവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും. അതായത് അവിടുത്തെ ടെൻഷൻ എത്രയാണ്? 0 ആണ് അല്ലേ? ടെൻഷൻ ഇവിടെ 0 ആണ് അല്ലേ? ടെൻഷൻ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവല്ലോ എന്ന് സംഭവിക്കുന്നത്. അപ്പം ആ മങ്കിക്ക് വെയിറ്റ്ലെസ്നെസ് ആണ് അനുഭവപ്പെടുന്നത്. അവിടെ റോപ്പ് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് ദ ആൻസേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് ആണ്. വെർട്ടിക്കൽ മോഷൻ കണ്ടു, ഹൊറിസോണ്ടൽ മോഷൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ്, അവിടെ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ, അതുപോലെ തന്നെ സ്പ്രിങ്ങിലുണ്ടാകുന്ന ടെൻഷനൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് മനസ്സിലാക്കി. ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. 2 കേസ് കണ്ടീഷൻസ് മാത്രം ഓർത്തിന്ന് വെച്ചാൽ മതി. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ബുക്കിലേക്ക് എഴുതിയെടുക്കുക.
ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. ആ രണ്ട് ബേസിക് ആയിട്ടുള്ള ആ രണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കിട്ടിക്കോളും. അതുപോലെ തന്നെ പ്രോബ്ലംസും ചെയ്തൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ NCERT ടെക്സ്റ്റ് ബുക്സിലെ എക്സസൈസിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് ചെയ്തത്. അപ്പം ഇനിയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് ഇതേ പാറ്റേണിലൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അത് അങ്ങനെയുള്ള വീഡിയോസ് അതുമായിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തി ഞാൻ വീഡിയോസ് വേറെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകം പറയുകയാണ്, ഒരിക്കലും വായിച്ച് നോക്കി പഠിക്കല്, എഴുതി തന്നെ പഠിക്കുക. പ്രോബ്ലംസൊക്കെ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാട്ടുമായിട്ട് കാണാം. താങ്ക്